ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ 2 ലിപ് ബാംസ് ഉണ്ട്. അപ്പോൾ ഈ 2 ലിപ് ബാംസിൻ്റെയും കമ്പാരിസൺ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ലിപ് ബാം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മാമഅർത്തിൻ്റെ 100% നാച്ചുറൽ ലിപ് ബാമും നമ്മുടെ രണ്ടാമത്തെ ലിപ് ബാം നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ SPF 30 ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാമാണ്. രണ്ടും നല്ല രീതിക്ക് നമ്മുടെ ചുണ്ടിനെ നറിഷ് ചെയ്യാനും ആ ഒരു ഡ്രൈനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിൽ SPF 30 ഇൻക്ലൂഡ് ആണ്. എപ്പോഴും നമ്മൾ നമ്മുടെ സ്കിന്നിന് സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചുണ്ടിന് സൺ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ സൺ പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എപ്പോഴും SPF 30 എങ്കിലും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ലിപ് ബാം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ലിപ് ബാം നല്ലതാണോ എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാമാണ്. ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും ഒക്കെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യും ലിപ്സിന്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് SPF ഇല്ല കേട്ടോ. SPF ഇല്ലാത്ത മാത്രമേ ഉള്ളൂ ഈ ഒരു ലിപ് ബാമിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ കോമൺ ആണ്. ഔട്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പാക്കേജിങ് അപ്പോൾ ഇതേപോലത്തെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു ലിപ് ബാമിന് വരുന്നത്. നല്ല അമേസിംഗ് ആയിട്ടുള്ള ലവബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിൽ അതായത് ഫ്രാഗ്രൻസ് വരുന്നില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഒരു കാരാമിൽക്കിൻ്റെ ഒക്കെ മിഠായിയുടെ ഒക്കെ ആ ഒരു സെയിം ഫ്ലേവർ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴേ ഭയങ്കര ബട്ടറി സോഫ്റ്റ് ആയിട്ടുള്ളൊരു പിങ്ക് ലിപ്സ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ C ഉണ്ട്, പിന്നെ റിസോസിനോൾ എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് അതായത് ചുണ്ടിന് സൺ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബ്രൈറ്റ്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വൈറ്റമിൻ സിയുടെ എന്തുമാത്രമാണ് അളവെന്ന് നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ വൈസ് 1% ആണ്, പിന്നെ 0.01% ആണ് റിസോഴ്സിനോൾ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാമഅർത്തിൻ്റെ ലിപ് ബാമിലാണെങ്കിൽ ഷീ ബട്ടർ ഉണ്ട്, അതോടൊപ്പം തന്നെ വൈറ്റമിൻ E ഉണ്ട്. മാമഅർത്തിൻ്റെ ഈ ലിപ് ബാമിൽ വൈറ്റമിൻ E ഉണ്ടെന്ന് പറഞ്ഞു. സോ വൈറ്റമിൻ E എന്ന് പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നല്ല രീതിക്ക് തന്നെ പിഗ്മെൻറ്റേഷന് എതിരായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഷീ ബട്ടർ എന്ന് പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ അതായത് ഹൈഡ്രേഷൻ നറിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിലാണെങ്കിൽ ഓൾറെഡി വൈറ്റമിൻ C ഇൻക്ലൂഡ് ആണ്. ഡാർക്ക് ആൻഡ് പിഗ്മെൻറ്റേഷൻ ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് ശരിക്കും വർക്ക് ചെയ്യുന്ന പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിലാണ് കേട്ടോ. പിന്നെ സ്യൂട്ടബിൾ ഫോർ ഓൾ അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഐഡിയൽ ഫോർ ആർക്കൊക്കെ ആണെന്ന് നോക്കുകയാണെങ്കിൽ ബോത്ത് മെൻ ആൻഡ് വുമൻ ഈ 2 ലിപ് ബാംസും മെന്നിനും വ്യുമനും യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാംസ് തന്നെയാണ്. പിന്നെ ഇതിലൊരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒന്നിൽ SPF ഉണ്ട്, ഒന്നിൽ SPF കണ്ടന്റ് ഇല്ല. എപ്പോഴും ഡേ ടൈമിൽ നമുക്ക് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് പ്രൊട്ടക്ഷനും പിഗ്മെൻറ്റേഷനും ഡ്രൈനെസ്സും അതോടൊപ്പം തന്നെ ഫ്ലേക്കി ആയിട്ടുള്ള ലിപ്സൊക്കെ ചാപ്റ്റൊക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ലിപ് ബാം നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നറിഷ്മെൻ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം ഒന്നും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ലിപ് ബാമിൻ്റെ കാര്യത്തിൽ നമ്മുടെ ലിപ്സ് ഒന്ന് ഡ്രൈ ആവുമെന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ലിപ് ബാം നമ്മൾ റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അതായത് ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ത്രൂ ഔട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും, ലിപ്പ് പിഗ്മെൻറ്റഡ് ആവുകയല്ല എന്ന് വിചാരിച്ചിരിക്കരുത്. ഓരോ 2 മണിക്കൂറിന് ശേഷം റീഅപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫ്രാഗ്രൻസ് ഫ്രീ ആണെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ കാരമിൽക്കിൻ്റെ ആ ഒരു സ്വീറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ബാം ഫോമിലാണ്, 2 ലിപ്സും ബാം ഫോമിലാണ്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. സോ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. 2ഉം ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. 2ഉം നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മാമഅർത്തിൻ്റെ ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് വലിയ തോതിൽ പിഗ്മെൻറ്റേഷൻ ഇല്ല, ഡ്രൈനെസ്സും ചാപ്ഡൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഒരു നറിഷ്മെൻറ്റ് വേണം, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാമാണ് മാമഅർത്തിൻ്റെ ലിപ് ബാം. പിന്നെ ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ഇത് രണ്ടും ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വ്യുമൺ ആണ് കേട്ടോ. 2ലും 4 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ 24 മന്ത്സ് ആണ് വരുന്നത് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ. അതോടൊപ്പം തന്നെ മാമഅർത്തിൻ്റെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 2 ഇയർ ഷെൽഫ് ലൈഫ് ഉണ്ട് കേട്ടോ. 2ഉം 2 ഇയർ ഷെൽഫ് ലൈഫാണ്. ഞാൻ വിചാരിച്ചു 1 ഇയർ ആണെന്നൊക്കെ ഓർത്തിരിക്കുമായിരുന്നു, പക്ഷേ 1 ഇയർ അല്ല, 2 ഇയർ ഷെൽഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിൻ്റെ ഔട്ടർ പാക്കേജിങ്.
മാമഅർത്തിൻ്റെയും ആസ് യൂഷ്വൽ ഒരു ലിപ് ബാമിൻ്റെ പോലെ തന്നെ സെയിം പാക്കേജിങ് ആണ്. രണ്ടും ട്രാവൽ ഫ്രണ്ട്ലി ആണ്. രണ്ടും നമുക്ക് കൊണ്ട് നടന്നാൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഡേ ടൈമിൽ നമുക്ക് ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാം, SPF ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ. നൈറ്റ് ടൈമിൽ നമുക്ക് മാമഅർത്തിൻ്റെ ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ലിപ് ബാം നമ്മൾ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റായിട്ട് ലിപ് ബാം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലിപ് ബാം അപ്ലൈ ചെയ്യാണ്ട് ഡയറക്റ്റ് നമ്മുടെ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ടാലും നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക് പിഗ്മെൻറ്റഡ് ആവും. ഇതൊരു കാരണമാണ്. പിന്നെ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുള്ള റേസ് കൊണ്ടിട്ടും ലിപ്സ് പിഗ്മെൻറ്റഡ് ആവും ലിപ് ബാം യൂസ് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ടിട്ടാണ് SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതും 4 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ്, ഇതും 4 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ്. ഗ്രാം വൈസ് എല്ലാം സെയിം ആണ്. പ്രൈസിൽ കുറച്ച് വേരിയേഷൻ ഉണ്ട്. മാമഅർത്താണ് കുറേ കൂടെ അഫോർഡബിൾ. രണ്ടും അഫോർഡബിൾ ആണ് കേട്ടോ. ഒരു 136 രൂപയ്ക്കൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതായത് മിന്ത്രയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നൈക്കിലൊക്കെ അവൈലബിൾ ആണ്. ഡീകൺസ്ട്രക്റ്റിൻ്റെ 199 ഒക്കെയാണ് വരുന്നത്. പക്ഷേ 180, 70 നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഓഫർ വൈസ് അനുസരിച്ചിട്ട് കുറച്ച് വേരിയേഷൻസ് വരും. അപ്പോൾ രണ്ട് ലിപ് ബാംസിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ പ്രൊഡക്റ്റ് ചെക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. ലിപ് ബാമിൻ്റെ ആ ഒരു വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ലിപ് ബാം ടെക്സ്ചറൊക്കെയാണ് വന്നിട്ടുള്ളത്. ഐറ്റം ഫോം ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇൻഗ്രീഡിയൻസിൽ ഡിഫറൻസ് ഉണ്ട്. പിന്നെ കുറച്ച് SPF ഫാക്ടറൊക്കെ നോക്കുമ്പം അതിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെയാണ്. പിന്നെ നമുക്ക് ഡേ ടൈമിൽ മസ്റ്റായിട്ടും SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ എസ്പെഷ്യലി ലിപ് ബാം ഒക്കെ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ് ബാം നമ്മൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ലിപ്സ്റ്റിക് ആണെങ്കിൽ പോലും നമ്മൾ ഷെയർ ചെയ്യരുതെന്നാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ അവനും യൂസ് ചെയ്യുന്ന പേഴ്സണൽ കെയറിനുള്ള സാധനങ്ങൾ നമ്മൾ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാമഅർത്ത് വേഴ്സസ് നമ്മുടെ ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമിൻ്റെ കാര്യങ്ങൾ. അപ്പം ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ.